ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. പി ബസന്ത് ആ യോഗത്തിന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ബസന്ത്, ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? മധു, ഉന്നത ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ പങ്കെടുക്കുകയാണ്. നേരത്തെ 11 മണിക്ക് ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ് മാറ്റിയത്. ഇപ്പോൾ NIA കൈമാറിയ ശേഷമുള്ള യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. NIA അതോടൊപ്പം തന്നെ NSCയുടെയും ഡയറക്ടർ ജനറൽമാരും അതോടൊപ്പം തന്നെ ഡൽഹി ആഭ്യന്തര സെക്രട്ടറി, ഡൽഹി പോലീസ് കമ്മീഷണർ തുടങ്ങിയവരൊക്കെ തന്നെ ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്തവ്യ ഭവനിൽ വെച്ചാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. അതിന്റെ പുതിയ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കെട്ടിടമായ കർത്തവ്യ ഭവനിൽ ആണ് യോഗം ചേരുന്നത്. ഇപ്പോൾ NIA കൈമാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് ഒരു ഭീകരാക്രമണമാണ് എന്ന കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ് പരോക്ഷമായി. അതായത് NIA ആണ് ഡെസിഗ്നേറ്റഡ് ഏജൻസി ഇത്തരത്തിൽ ടെറർ ആക്രമണം അല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ അന്വേഷിക്കാനുള്ള ഡെസിഗ്നേറ്റഡ് ഏജൻസിയാണ് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത്. ആ തരത്തിൽ NIA കൈമാറുമ്പോൾ ഇതൊരു ഭീകരാക്രമണം തന്നെ എന്നുള്ളതാണ്. UAPA ചുമത്തിയാണ് ഡൽഹി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിംഗ് ക്രൈംബ്രാഞ്ചും എടുത്ത കേസിൽ ആണ് ആ FIR ഇപ്പോൾ NIA എടുത്ത് അത് NIAയുടെ കേസായി മാറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും ഗൗരവമായി ഈ യോഗത്തിൽ വരാൻ പോകുന്നത് ഫരീദാബാദിൽ നിന്നും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്ത സംഭവമാണ് ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ യോഗത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കാൻ പോകുന്നത്. ശരി, ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ, ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേഗ, ദേശീയ അന്വേഷണ ഏജൻസി NIA അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷമുള്ള യോഗമാണ് നടക്കുന്നത്. ഡയറക്ടർ ജനറൽ സദാനന്ദ് ബസന്ത്, ഡൽഹി പോലീസിന് കമ്മീഷണർ സതീഷ് ഗോൽച്ച എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ജമ്മു കാശ്മീരിൽ DGP നളിൻ പ്രഭാത് വെർച്വലായി ഒരുപക്ഷെ യോഗത്തിൽ പങ്കെടുത്തേക്കും എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്.